കേരളത്തിലെ കുട്ടികൾ ഹലോ, ഹായ്, താങ്ക് യു എന്നതിന് പകരം കൊറിയൻ ഭാഷയിൽ ഉപചാര വാക്കുകളെല്ലാം കൈമാറിയപ്പോഴും അതിനായി വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും. മാത്രമല്ല, മറിച്ച് നമ്മുടെ സാമൂഹിക നിരീക്ഷകർ കൂടിയാണ്. ദക്ഷിണ കൊറിയ എന്നത് ഇന്നത്തെ കൗമാരക്കാർക്കിടയിൽ വലിയ സ്വാധീനമാണ് സൃഷ്ടിക്കുന്നത്. 70കളിലെ ഹിപ്പി തരംഗമൊക്കെ പോലെ വളരെ സ്വാധീനമാണിപ്പോൾ യുവാക്കൾക്കിടയിൽ. അവിടുത്തെ കെ പോപ്പിനെയും കെ കൾച്ചറിനെയും എല്ലാം ലോകമെമ്പാടുമുള്ള യുവാക്കൾ വളരെയധികം പ്രണയിക്കുന്നുണ്ട്. BTSനെയും ബ്ലാക്ക് പിങ്കിനെയും ഹൃദയത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കിം കി ഡുക്കിന്റെ സിനിമകളിൽ തുടങ്ങി കൊറിയൻ വെബ് സീരീസ് അഡീഷനിൽ വരെ ഇതിപ്പോൾ എത്തി നിൽക്കുകയാണ്. സംഗീതത്തിലും നൃത്തത്തിലും മോഡലിംഗിലുമെല്ലാം കൊറിയൻ രീതികൾ ഇന്ന് കേരളത്തിലും വലിയധികം ഹിറ്റാണ്. ഒരു യൂട്യൂബ് ചാനൽ ഈയിടെ നടത്തിയ സർവേയിൽ കൊറിയക്കാരെ വിവാഹം കഴിക്കാനാണ് തങ്ങൾക്കിഷ്ടമെന്ന് ചില മല്ലു ഗേൾസ് പറയുന്നത് വളരെയധികം വൈറലായിരുന്നു. കൊറിയൻ ഭക്ഷണമായ കിംചി കൊച്ചിയിൽ പോലും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത് ആഗോള വ്യാപകമായിട്ടുള്ള ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. തൊട്ടടുത്ത അയൽരാജ്യമായ ഉത്തര കൊറിയ ഏകാധിപത്യത്തിന്റെ ഇരുട്ടിലൂടെ നീങ്ങുമ്പോൾ ദക്ഷിണ കൊറിയ ടെക്നോളജിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായി മാറുകയാണ്. ദക്ഷിണ കൊറിയയുടെ പൊതു ഇമേജ് എന്നത് ആചാര മര്യാദകളുള്ള മുതിർന്നവരെയും സ്ത്രീകളെയും ബഹുമാനിക്കുന്ന സംസ്കാര സമ്പന്നമായ രാജ്യം എന്നതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ ഇവരുടെ പൊതുബോധത്തിന് കോട്ടം തട്ടുന്ന തരത്തിലാണ്. ലോകത്തെ ജനാധിപത്യ പ്രേമികളെ ഞെട്ടിച്ചുകൊണ്ട് ദക്ഷിണ കൊറിയയിൽ നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. രാജ്യത്ത് അടിയന്തര പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പ്രസിഡന്റ് യൂൻ സുക് യോൾ നടത്തിയ ശ്രമം വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു. ഡിസംബർ 2-ന് ദക്ഷിണ കൊറിയൻ സമയം രാത്രി 11-ന് ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്താണ് അദ്ദേഹം അടിയന്തര പട്ടാള നിയമം പ്രധാനമായും പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് കൊറിയ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഉത്തര കൊറിയൻ കമ്മ്യൂണിസ്റ്റുകളുമായി സഹകരിക്കുന്നുവെന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിനാൽ കാര്യങ്ങൾ നേരെയാക്കാൻ പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നുവെന്നാണ് പ്രസിഡന്റ് ഉയർത്തിയ വാദം. 1987-ന് ശേഷം ആദ്യമായിട്ടാണ് ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം വരുന്നത്. പക്ഷെ സ്വാതന്ത്ര്യദാഹികളായ തെക്കൻ കൊറിയക്കാർ വടക്കൻ കൊറിയൻ മോഡലിലുള്ള ജനാധിപത്യ അട്ടിമറിയെ ഒന്നിച്ചെതിർക്കുകയായിരുന്നു. ഇതോടെ പ്രസിഡന്റിന്റെ അധികാരം പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാനായി പലരും എടുത്തു കാണിക്കുന്നത് ദക്ഷിണ കൊറിയ കോടിക്കണക്കിന് വൈദ്യുത ദീപങ്ങളാൽ വെട്ടിത്തിളങ്ങുമ്പോൾ ഉത്തര കൊറിയയിൽ തലസ്ഥാനമായ പോങ്യാങ്ങിലെ ചെറിയ പ്രകാശം ഒഴിച്ചാൽ മുഴുവൻ അന്ധകാരം നിറഞ്ഞു നിൽക്കുകയാണ്. സാംസങ്, ഹ്യൂണ്ടായി, LG തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ദക്ഷിണ കൊറിയയെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ സമ്പന്നമാക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ ഉത്തര കൊറിയയെ പട്ടിണി രാഷ്ട്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെയും സംഗീതത്തിന്റെയും കലകളുടെ ഹബ്ബ് കൂടിയാണ് ദക്ഷിണ കൊറിയ എന്നത്. ഓൾഡ് ബോയ് പോലെ, പാരാസൈറ്റ് പോലെ ലോകം കീഴടക്കിയ ഒരുപാട് സിനിമകളും വെബ് സീരീസും ദക്ഷിണ കൊറിയയിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. BTS തരംഗം ലോകവ്യാപകമായി ആഞ്ഞടിച്ചപ്പോൾ ദക്ഷിണ കൊറിയയിലേക്ക് പോകാനും കെ കൾച്ചറിന്റെ ഭാഗമാവാനും നിരവധി വിദേശികൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 1.1 കോടി വിദേശികളാണ് ദക്ഷിണ കൊറിയയിൽ പ്രധാനമായും സന്ദർശനം നടത്തിയത്. കൂടാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് രാജ്യത്തിന് പുറത്തു പോകാൻ ഒന്നും തന്നെ കഴിയില്ല. മാത്രമല്ല, ഒരു ഹോളിവുഡ് സിനിമ കാണാനോ എന്തിന് ഇഷ്ടമുള്ള രീതിയിൽ മുടി വെട്ടാനോ പോലും ഇവർക്ക് സ്വാതന്ത്ര്യമില്ല. ഇന്റർനെറ്റ് ഇല്ലാത്ത രാജ്യത്തെക്കുറിച്ച് ഈ നൂറ്റാണ്ടിലും ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. TV-യിൽ ജനങ്ങൾ എന്ത് പരിപാടി കാണണമെന്ന് സർക്കാരായിരിക്കും തീരുമാനിക്കുക. പ്രധാന പ്രൈം ടൈം പരിപാടികൾ സർക്കാരിനെ പുകഴ്ത്തുന്ന പ്രൊപ്പഗണ്ട തന്നെയാണ്. എന്നാൽ ഉത്തര കൊറിയയിൽ ഒരു സാധനം ധാരാളമായി ഉണ്ട്. അവ ആണവായുധങ്ങളും മിസൈലുകളുമാണ്. അതിനാൽ തന്നെ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന് മുന്നിൽ ട്രംപിന് പോലും അല്പം ബഹുമാനമുണ്ടെന്ന് പറയാം. ഇന്നും ദക്ഷിണ കൊറിയയുടെ ഏറ്റവും വലിയ പേടി ഉത്തര കൊറിയയിൽ നിന്നും എത്താൻ സാധ്യതയുള്ള മിസൈലുകൾ തന്നെയായിട്ടാണ് നിലനിൽക്കുന്നത്. ആ ഉത്തര കൊറിയൻ ഭീതി പടർത്തിയാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റും പട്ടാള നിയമം പ്രഖ്യാപിക്കാൻ പ്രധാനമായും ഒരുങ്ങിയതും. ചോരയുടെ ചരിത്രമാണ് ശരിക്കും കൊറിയയുടേതെന്ന് പറയാം. ജപ്പാൻ അധിനിവേശ കാലത്തൊക്കെ 10,000-കണക്കിന് കൊറിയക്കാരാണ് ജീവൻ നഷ്ടമായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ജപ്പാന്റെ തോൽവിയോടെയാണ് കൊറിയ പ്രധാനമായും സ്വതന്ത്രമാവുന്നത്. രാജ്യത്തിന്റെ ദക്ഷിണഭാഗം അമേരിക്കയും ഉത്തരഭാഗം സോവിയറ്റ് യൂണിയനും പങ്കിട്ടെടുക്കുകയും ചെയ്തു. ഏകീകൃത കൊറിയ എന്നതായിരുന്നു ജനങ്ങളുടെ ആഗ്രഹമെങ്കിലും അമേരിക്കയും സോവിയറ്റ് യൂണിയനും അതിനൊപ്പം നിന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജാപ്പനീസ് അധിനിവേശത്തിനെതിരെ പോരാടിയ വിപ്ലവകാരികളെ ഏകോപിപ്പിച്ചുകൊണ്ട് കിം ഇൽ സാങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം കൊണ്ടുവരാനായിരുന്നു സോവിയറ്റ് താല്പര്യമെന്നത്. എന്നാൽ കൊറിയ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാകുന്നത് അമേരിക്കയ്ക്ക് അംഗീകരിക്കാനും ചിന്തിക്കാനും കഴിയുമായിരുന്നില്ല. അങ്ങനെ വടക്ക് കിം ഇൽ സാങ്ങും തെക്ക് സിങ്മാൻ റീയും സ്ഥാനമേൽക്കുകയായിരുന്നു. എന്നാൽ പ്രശ്നം അവിടം കൊണ്ടും അവസാനിച്ചില്ല. ഏകീകൃത കൊറിയയുടെ യഥാർത്ഥ അവകാശികൾ തങ്ങളാണെന്നാണ് അവർ ഉയർത്തിയ പ്രധാന അവകാശവാദം.
1950-ലെ കൊറിയൻ യുദ്ധത്തിലേക്ക് ഇത് നയിക്കുകയും ചെയ്തു. താരതമ്യേന ശക്തമായ സൈന്യമുള്ള ഇതര കൊറിയൻ സൈന്യത്തോട് ചെറുത്തു നിൽക്കാനാവാതെ ദക്ഷിണ കൊറിയ പിൻവലിയുകയായിരുന്നു. ഈ സമയം ലോകമഹായുദ്ധത്തെ തുടർന്ന് തകർന്നു പോയ യൂറോപ്പിനെ പുനർനിർമ്മിക്കുന്ന തിരക്കിലാണ് പ്രധാനമായും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ. എന്നാലും കൊറിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാകുന്നത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഒരിക്കലും യുഎസിന്. പക്ഷേ സോവിയറ്റ് യൂണിയൻ പോലൊരു ആണവശക്തിയെ നേരിട്ട് മുട്ടാൻ അവർക്ക് കഴിയുകയുമില്ല. എന്നാൽ UN സേനാ നടപടി എന്ന പേരിൽ ഈ വിഷയത്തിൽ ഇടപെടുകയാണ് അമേരിക്ക പ്രധാനമായും ചെയ്തിരുന്നത്. UN സേനയിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും അമേരിക്കൻ സേനയിൽ നിന്നുമാണ് നിലനിന്നതും. ഇവർ ശക്തമായി തിരിച്ചടിച്ചതോടെ ഉത്തര കൊറിയയ്ക്ക് പിൻവാങ്ങേണ്ടി വരികയായിരുന്നു. UN സേനയുടെ തിരിച്ചടി തങ്ങളുടെ അതിർത്തിയും ഖേദിക്കുമെന്ന് ഭയപ്പെട്ട ചൈന ഉത്തര കൊറിയയുടെ കൂടെ ചേർന്ന് യുദ്ധം പിന്നീട് ചെയ്തു. എന്നാൽ അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് ചൈനയുടെയും ഉത്തര കൊറിയയുടെയും യുദ്ധവിമാനങ്ങൾ വളരെയധികം ദുർബലമായിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനയെ പരോക്ഷമായി സഹായിക്കാൻ സോവിയറ്റ് യൂണിയനും വന്നു. അങ്ങനെ ചൈനയുടെയും സോവിയറ്റ് യൂണിയന്റെയും സഹകരണത്തിന്റെ ഫലമായി നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ ഉത്തര കൊറിയ വീണ്ടെടുക്കുകയായിരുന്നു. 2 വർഷത്തോളം പിന്നെയും യുദ്ധം നീണ്ടുനിന്നു. ആർക്കും വ്യക്തമായ മുൻതൂക്കം ലഭിച്ചതുമില്ല. ശേഷം മാസങ്ങൾ നീണ്ട ചർച്ചയിൽ വെടിനിർത്തൽ തീരുമാനിക്കുകയും ഉത്തര ദക്ഷിണ കൊറിയകൾക്ക് അതിർത്തി നിശ്ചയിക്കുകയും ഇരുവശങ്ങളിലും സൈനിക ശക്തികളെ വിന്യസിക്കുകയുമായിരുന്നു. ഇന്നും ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സൈനിക വിന്യാസം ഈ അതിർത്തികളിലാണ് നിലനിൽക്കുന്നത്. ചൈനയിൽ നിന്നും സോവിയറ്റ് യൂണിയനിൽ നിന്നും സാമ്പത്തിക സഹായം ഉത്തര കൊറിയയ്ക്ക് കിട്ടുകയും ചെയ്തിരുന്നു. ആദ്യകാലത്ത് ദക്ഷിണ കൊറിയയേക്കാൾ സമ്പന്നരായിരുന്നു ഇവർ. പക്ഷേ വിദ്യാഭ്യാസത്തിലൂടെയും ക്യാപിറ്റലിസത്തിലൂടെയും ഗ്ലോബൽ മാർക്കറ്റിംഗിലൂടെയും ദക്ഷിണ കൊറിയ വലിയ തോതിൽ വളർന്നു. ലോകത്തിലെ ഏറ്റവും നല്ല കമ്പനികൾ പിന്നീട് അവിടെ ഉണ്ടായി. ഏറ്റവും നല്ല കലാകാരന്മാരും അവിടെ ഉണ്ടായിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് ദക്ഷിണ കൊറിയ ലോകത്തിലെ 12ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷെ കമ്മ്യൂണിസം എന്ന അടഞ്ഞ ആശയത്തിലൂടെ ഉത്തര കൊറിയ ആയുധങ്ങൾ മാത്രമുള്ള ഒരു ഭീകര രാഷ്ട്രമായി മാറിയിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയുടെ ഈ വളർച്ചയ്ക്ക് ഏറ്റവും അടിസ്ഥാനമായി സാമ്പത്തിക വിദഗ്ധർ പറയുന്ന കാര്യം അവിടുത്തെ സ്വാതന്ത്ര്യമായിരുന്നു എന്നതാണ്. തുറന്ന വിപണിയായിരുന്നു അവിടം. അവിടെ പട്ടാള നിയമം നടപ്പാക്കുവാനാണ് ഉത്തര കൊറിയൻ മോഡലിലാണ് പുതിയ പ്രസിഡന്റ് പ്രധാനമായും ശ്രമിച്ചതും. ഒരു രാജ്യം ഒന്നിച്ചെതിർത്ത് പ്രസിഡന്റിനെ തോൽപ്പിക്കുകയും ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരികയും വലിയ ചെറുത്തുനിൽപ്പിന്റെ വാർത്തകളാണിപ്പോൾ ദക്ഷിണ കൊറിയയിൽ നിന്ന് പ്രധാനമായും പുറത്തു വരുന്നത്. ഡിസംബർ 2 രാത്രി പ്രസിഡന്റ് യൂൻ സുക് യോൾ അടിയന്തര പട്ടാള നിയമം പ്രഖ്യാപിക്കുകയുണ്ടായി. ആർമി പാർലമെന്റിന്റെ കാവലേറ്റെടുക്കുകയും ചെയ്തു. രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം നിരോധിക്കുകയുണ്ടായി. മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. സൈന്യം പാർലമെന്റിന്റെ പ്രവേശന കവാടം അടയ്ക്കുകയും ചെയ്തു. പക്ഷേ സംഘർഷാവസ്ഥ നീണ്ടത് 6 മണിക്കൂർ മാത്രമാണ്. പ്രസിഡന്റിന്റെ തീരുമാനം ദേശീയ അസംബ്ലി തള്ളുകയും ചെയ്തു. പ്രസിഡന്റിന്റെ പാർട്ടിയിൽപ്പെട്ടവരടക്കം അദ്ദേഹത്തിന്റെ തീരുമാനത്തിനെതിരെ വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. പല എംപിമാരും പാർലമെന്റിലെ മതിൽ ചാടിയെന്നോണമായിരുന്നു വോട്ടിങ്ങിനെത്തിയിരുന്നത്. ഇതോടെ പിറ്റേന്ന് പുലർച്ചെ 4:30 പട്ടാള നിയമം പിൻവലിക്കപ്പെടുകയും ചെയ്തു. ദക്ഷിണ കൊറിയയിലെ കലാകാരന്മാർ അടക്കമുള്ളവർ പട്ടാള നിയമത്തിനെതിരെ തിരിയുകയായിരുന്നു. വിദ്യാർത്ഥികൾ രാത്രിക്ക് രാത്രി സ്വാതന്ത്ര്യ ഗാനം ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം രാഷ്ട്രീയക്കാരെയും വലിയ തോതിൽ സ്വാധീനിക്കുകയുണ്ടായി. ദക്ഷിണ കൊറിയൻ ജനതയാണ് അതിശക്തമായി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിരുന്നത്. മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ DPK ആയിരുന്നു. പട്ടാളത്തെ മറികടന്ന് പാർലമെന്റിൽ കയറാൻ നേതൃത്വം കൊടുത്ത DPK നേതാവ് ലീ ജെ മ്യൂങ് ദേശീയ ഹീറോ ആവുകയും ചെയ്തു. നേരത്തെ കിമിനെതിരെ ലഘുലേഖകൾ ബലൂണിലൂടെ ദക്ഷിണ കൊറിയ അതിർത്തി കടത്തിവിട്ടുവെന്ന് ഉത്തര കൊറിയ ശക്തമായി ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് മാലിന്യം നിറച്ച ബലൂണുകൾ ദക്ഷിണ കൊറിയയിലേക്ക് അയക്കുകയായിരുന്നു ഉത്തര കൊറിയ പ്രധാനമായും ചെയ്തത്. പ്ലാസ്റ്റിക്, പേപ്പർ, സിഗരറ്റ് കുറ്റികൾ തുടങ്ങിയവയും മനുഷ്യവിസർജ്യം ഉൾപ്പെടെയുള്ള മറ്റ് മാലിന്യങ്ങളും നിറച്ച ഹീലിയം ബലൂണുകളാണ് ഉത്തര കൊറിയ പ്രധാനമായും വിക്ഷേപിച്ചത്. ലക്ഷ്യസ്ഥാനങ്ങളിൽ മാലിന്യസഞ്ചി കൃത്യമായി ഇറക്കാനുള്ള GPS സാങ്കേതികവിദ്യ ഈ ബലൂണുകളിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും കൊറിയൻ അതിർത്തികളിൽ ഇടയ്ക്കിടെ സംഘർഷം ഉണ്ടാവാറുമുണ്ട്. കഴിഞ്ഞ വർഷം രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലൂടെ ദക്ഷിണ കൊറിയയിലേക്കുള്ള പ്രധാന റോഡുകൾ ഉത്തര കൊറിയ ബോംബിട്ട് തകർക്കുകയായിരുന്നു. 2 രാജ്യങ്ങളെയും വിഭജിക്കുന്ന സൈനിക അതിർത്തിക്കടുത്തുള്ള റോഡുകളാണ് ബോംബിടലിൽ പ്രധാനമായും തകർന്നിരുന്നത്. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ചാര ഡ്രോണുകൾ ഉത്തര കൊറിയയിൽ എത്തിയതായാണ് കിമിനെ പ്രകോപിപ്പിച്ചതെന്നാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിരീക്ഷണം. എന്നാൽ ദക്ഷിണ കൊറിയ ഡ്രോണുകളെ അയച്ചതായുള്ള വിവരം നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതോടെ ദക്ഷിണ കൊറിയയുമായുള്ള അതിർത്തി ഉത്തര കൊറിയ സ്ഥിരമായി അടയ്ക്കുകയും ചെയ്തു. ഇങ്ങനെ ഇപ്പോഴും യുദ്ധവെറിയും സംഘർഷാവസ്ഥയും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഉത്തര കൊറിയൻ അനുകൂലികൾ എന്ന് പ്രതിപക്ഷത്തെ പതുക്കെ ഏകാധിപതിയാവാനെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ശ്രമിച്ചിരുന്നത്. എന്നാൽ അയാളുടെ രാഷ്ട്രീയ വാഴ്ചയുടെ അന്ത്യവുമായി മാറി. വടക്കൻ കൊറിയയല്ല തെക്കൻ കൊറിയയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണിപ്പോൾ.